കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ദൂരത്തിരുന്ന് പല ആൾക്കാരും ഉച്ചഭാഷണിയിൽ കൂടി ഈ യോഗം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇത് ഹാളിനകത്താണ് നമ്മൾ ഇരിക്കുന്നെങ്കിലും വെളിയിലുള്ള പ്രിയപ്പെട്ടവരും ഈ യോഗം ശ്രദ്ധിക്കുകയും ശ്രവിക്കുന്നുണ്ടല്ലോ. ദൈവം അവരെയും ഈ ദേശനിവാസികളെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ നിലയിൽ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പിൽ സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പിൽ സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷം എന്താണ്? സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. നമുക്കെല്ലാം മനഃപാഠമായ ഒരു വാക്യമാണ്, ദാവീദിന്റെ സന്തതിയായി. പിള്ളേർ പറഞ്ഞാട്ടെ, ദാവീദിന്റെ സന്തതിയുടെ വാക്യം പറയാൻ. അല്ല, പിള്ളേര് പറയുവാന്ന് ആദ്യം നോക്കാനായിരുന്നു. ദാവീദിന്റെ സന്തതിയായി അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ്
ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ആ സുവിശേഷത്താൽ ആകൃഷ്ടരായ പ്രിയപ്പെട്ടവരാൽ എഴുതപ്പെട്ട ആദ്യത്തെ 4 പുസ്തകം ആ സുവിശേഷത്തെ പറ്റി. അതാണ് പുതിയ നിയമത്തിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അവിടെ അടങ്ങിയത് 4 സുവിശേഷം. സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളൂ. പിന്നെ ഈ 4 പേരും സുവിശേഷത്തിന്റെ 4 വിശേഷതകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുക. വെളിയിലോട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകും. അങ്ങ് മുക്കിന് വന്നപ്പോഴേ കേട്ടു, അതുകൊണ്ട് അകത്ത് ഞാൻ പിന്നെ ഒരു ദിവസം വരുമ്പോൾ തരാം. അപ്പോൾ 4 പേരും കൂടെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ്. അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉദിക്കാം, സുവിശേഷത്തിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, 4, 40, 400 ഒന്നും അല്ല. സുവിശേഷത്തിനെ വിശേഷതയുള്ളൂ. സുവിശേഷം വന്നത് കൊണ്ടാ നമുക്കും വിശേഷത ഉണ്ടായത്. സുവിശേഷം എത്തിയത് കൊണ്ടാ നാടിന് വിശേഷത വന്നത്. നമ്മുടെ ഈ നാടിനെ പറ്റി ഇന്നാളെ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞത് ഭ്രാന്താലയമാണ്. പുള്ളി പറഞ്ഞത്, പിന്നെ എൻ്റെ ഭാഷ പറയാ വട്ടന്മാരുടെ സ്ഥലമാണ്. ഭ്രാന്താന്നല്ലോ, കിറുക്കന്മാരുടെ. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്ന ഒരു പദമുണ്ട് ഈ നാടിനെ പറ്റി, വേറൊരു പദം. എന്തുവാ? വാർത്താ മാധ്യമങ്ങളിൽ ദൈവത്തിന്റെ നാട്. നമ്മളിപ്പോ അതിന്റെ തർക്കമൊന്നും വേണ്ട, എന്തായാലും കൊള്ളാം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ അത് സുവിശേഷം വന്നതുകൊണ്ട്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. നമുക്ക് ഇത് വേണ്ട, നമ്മൾ പറ്റുകയല്ല. അത് ഹാർമോണിയം നല്ലതാണ്. ഇച്ചിരി താത്ത നമ്മുടെ പരുവത്തിന്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ഓ എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം.
പൂർണ്ണ യേശു, നല്ല ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, യേശു ക്രിസ്തു. ബാക്കിയെല്ലാം പരുവക്കേടാ. സ്തോത്രം. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, എല്ലാം പരുവക്കേടാന്നായി പറഞ്ഞു. നാളെ യേശു ക്രിസ്തു ഏക സത്യനിത്യ ദൈവം. എന്നാൽ യേശു ക്രിസ്തു അങ്ങനല്ല. മനുഷ്യരിൽ നിന്നുള്ളവരെ രാജാവാക്കുക. അത് കുറെ നാൾ കഴിഞ്ഞ വേറെ സ്ഥലത്തിൽ രാജാവാക്കിയപ്പോൾ അവൻ 7 വയസ്സാണ്. 7 വയസ്സിൽ അവൻ രാജാവാണ്. ബാക്കിയൊക്കെ പിന്നെ 15, 20, 25 ഒക്കെ ആയിട്ടാ രാജാവാണ്. അടുത്ത 7 വയസ്സിൽ രാജാവാണ്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് രാജാവാക്കുക. എന്നാൽ യേശു ക്രിസ്തു അങ്ങനല്ല. രാജാവായിട്ട് അവിടുന്ന് ജനിച്ചവൻ. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ചോദിച്ചത്, രാജാവായി പിറന്നവൻ രാജാവ്. ആ 2-ാം അധ്യായത്തിന്റെ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. മത്തായി 2:2 യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 2:1 മുതൽ വായിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ മനുഷ്യനെ രാജാവാക്കുമ്പോൾ യേശു ക്രിസ്തു അങ്ങനത്തെ ഒരു രാജാവായിട്ട് പിറന്നവൻ. സ്തോത്രം. കാണുമല്ല കാഴ്ചയിലും കാണുമല്ല കാഴ്ചയിലും ചേർന്ന നിമ്മതിമാരും സനാതനമേ ചേർന്ന നിമ്മതിമ ചേരും സനാതനമേ രാജാതിരാജ സുരലോക രാജ രാജാതി സുരലോക രാജ രാജാതിരാജ സുരലോക രാജ വിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലോ വിശ്വമിതിൽ കാണുമല്ല കാഴ്ചയിലോ ചേർന്ന നിമ്മതിമാരും സനാതനമേ ചേർന്ന നിമ്മതിമാരും സനാതനമേ രാജാതിരാജ സുരലോക രാജ രാജാതിരാജ സുരലോക രാജ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ഇനി മനുഷ്യനെ ജനിപ്പിക്കുക. എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തെ പറ്റി വായിക്കുന്നത് അവിടുന്ന് സ്വയം ജനിച്ചത്. സ്തോത്രം. അത് ആ ഭാഗത്തേക്ക് അധികം പോകുന്നപ്പോൾ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു രാജാവാണെന്ന് തെളിയിച്ചു. യേശു ക്രിസ്തുവിന്റെ രാജത്വം ഈ ഭൂമിയിൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആര് ഭരിച്ചാലും ശരിയായ ഭരണം നടക്കുകയായിരുന്നു. നടത്താനൊക്കെ പറഞ്ഞ ആൾക്കാര് ഭരിക്കുകയും ഭരണത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ തിരുവചനം പഠിപ്പിക്കുന്നത് ഇത് ശരിയായ ഒരു ഭരണം നടക്കണമെങ്കിൽ രാജാവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കണം. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് രാജാവ് നീതിയോടെ
അന്ന് മാത്രമേ ശരിയായ ഭരണം ഈ ഭൂമിയിൽ നടക്കൂ. ആട്ടെ, അന്ന് വലിയ അലങ്കോലമൊന്നും കാണുകയില്ല. രോഗങ്ങളോ ക്ഷീണങ്ങളോ പാട്ടുകാരൻ പാടിയിരിക്കുന്നത് ഞാസിച്ചു ഭാസിച്ചു എത്തിച്ചു ബാധിച്ചു ഒരു ഇസങ്ങളുമില്ല. ദാർഢ്യക്കാരില്ല, നിഗളികളില്ല, മോഹപ്രിയരില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടവരുമില്ല, വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. ഇതൊന്നുമില്ലാത്തൊരു നല്ല ഭരണം. അത് യേശു ക്രിസ്തു ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു രാജാവ് അങ്ങനെയാണ് ധ്വനിച്ചിരിക്കുന്നത്. മത്തായി ക്രിസ്തുവിന്റെ രാജാവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മർക്കോസ് ക്രിസ്തുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തിയിരിക്കുക. ദൈവരൂപത്തിൽ ഫിലിപ്പിയാലേഖനത്തിൽ വായിക്കുന്ന ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള ശബ്ദം മുറുകെ പിടിച്ചുകൊണ്ടേണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി അവൻ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ ദാസരൂപത്തെയാണ് മർക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ, യോഗ്യനായ മനുഷ്യൻ, ശ്രേഷ്ഠ മനുഷ്യൻ, അങ്ങനെയാണ് ക്രിസ്തുവിനെ ലൂക്കോസ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ അത് യേശു ക്രിസ്തു മാത്രം. എന്നാൽ യോഹന്നാന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ആ ക്രിസ്തുവിനെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം. ഞാൻ പറയാറുണ്ട്, ക്രിസ്തുയേശുവിന്റെ ദൈവത്വം അവിടുന്ന് അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവമാണ്. അടുത്ത കാലത്ത് മുളച്ചു വന്നൊരു ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ഈ കാണുന്ന സകല ജനാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ നിർമ്മിച്ച ഏക സത്യ നിത്യ ദൈവമായ സർവജ്ഞനായ ദൈവമാണ് യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവാക്കി. എബ്രായലേഖനത്തിൽ വായിക്കുന്ന സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് തന്നെയാണ്. ഈ കാണുന്ന സകല ജനാചരങ്ങളെയും നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ സത്യദൈവമാകുന്ന യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ കാര്യം അവിടെ ഒരു വാക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിക്കാം. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും ഈ മുന്നോട്ട് വന്നിരുന്ന മാനവിയാണ് കുറച്ചുകൂടെ നല്ലതായി. എഴുന്നേറ്റ് പോവാം, എഴുന്നേറ്റ് പോവാം. ഈ മോന്റെ ഇപ്പുറത്തെ കസാര നന്നായിട്ട് വായിക്കുന്നു. വേറെ മൈക്കൂടെ വായിക്കുന്ന കുറച്ചുകൂടെ ഒപ്പിട്ടത് ചോദിച്ചതുപോലെ സ്റ്റാൻഡൂടെ സ്റ്റാൻഡൂടെ കൊടുക്കാം. സ്റ്റാൻഡുണ്ടോ? അല്ല, കുഴപ്പമില്ല. നാളെ വയ്ക്കുന്ന താമസം ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡ് കൊടുത്താൽ എളുപ്പമാണ്. ഒരു നാളെ വയ്ക്കുന്ന വിഷയമുള്ള കാര്യത്തിൽ സ്റ്റാൻഡ് വെക്കുന്നത് സ്റ്റാൻഡ് ഇല്ലാതിരിക്കുന്ന നാം നല്ലതെന്ന് തോന്നി. ചോദിക്കണ്ടാക്കി സ്റ്റാൻഡ് ഇങ്ങോട്ടാണ്, ചോദിക്കോട്ടാണ്. ഫ്രണ്ട് കാണുന്നു, ചോദിങ്ങോട്ട് ചൂടാണ്. അതെ, കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ വായിച്ചതായിരിക്കൂടെ. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മാത്രമാണ് യോഗ്യൻ. മഹത്വത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും എല്ലാം യോഗ്യനായ ഒരുവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. എല്ലാവരുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം ഈ കാണുന്ന സർവ്വത്തെയും സൃഷ്ടിച്ചവൻ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു.
ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവമായ നിത്യദൈവമായ ഏക ദൈവമായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ആരാധിക്കാനും ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം. അതാണ് യോഹന്നാൻ തന്റെ എഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ അടക്കത്തെ പറ്റി ധാരാളം വാക്യങ്ങളുണ്ട്. അടുത്ത് ഓർപ്പിച്ചല്ലോ, അടുത്ത കാലത്ത് കളിച്ചു വന്ന ദൈവമൊന്നുമല്ല. അവൻ 90-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമാണ്. പക്ഷെ പലരും അത് ഉറക്കെ പറയുകയോ വായിക്കുകയൊന്നും ചെയ്യുകയല്ല. കാരണം ഇത് ഏത് സമയത്താണ് സാധാരണ വായിക്കുന്നത്. അതുകൊണ്ട് വാക്യം മിക്കവർക്കും അറിയാമെങ്കിലും ഞാൻ വാക്യം അഥവാ പറഞ്ഞത് ആ വാക്യം 91 പറഞ്ഞോട്ടടുത്ത് കഴിഞ്ഞു. 90 എന്നൊക്കെ ഇപ്പം പറയണ്ട, 91 അല്ല ഇപ്പം വായിക്കാൻ. നമുക്കിപ്പോൾ 90 വായിക്കണം. ചെറിയ എപ്പോഴാണ് ഒന്നവരെ 90 വായിക്കുക, 90 പിടിക്കും. നമുക്ക് ഇന്ന് 90 ഒന്ന് വായിക്കുക. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് ഇവിടെ വായിക്കുന്നത് കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് ദൈവത്തിന്റെ മഹത്വം. ഈ കാണുന്ന കുന്നും മലയും ഈ പർവ്വതങ്ങളും ചരാചരങ്ങളും ഉണ്ടായതിനു ശേഷമുള്ള ദൈവമല്ല, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ കുന്നും ഈ മലയും ഈ കാടും ഈ പടപ്പും ഈ ഏരിയയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് ഉണ്ടായ ദൈവമല്ല, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുന്ന് ദൈവമാണ്. അവിടുന്നാണ് ഈ കാടും ഈ മലയും ഈ കുന്നും ഈ പടപ്പും സകലം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആയിരിക്കുന്നത് കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവം. അപ്പോൾ ഈ ആയുസ്സിൽ ഓർപ്പിച്ചല്ലോ, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ ദൈവത്തെ ആരാധിക്കാനാണ്. ഇവിടെ ഒന്നും ലഭിച്ചില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യദൈവത്തെ ആരാധിക്കുവാൻ, ഏകദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ഭജിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി കരമുയർത്തി ദൈവത്തിന് മഹത്വപ്പെടും. വണങ്ങിടും ദീനദയാലുമേ, ദേവകൾ വണങ്ങിടും ദീനദയാലുമേ, തദയമി നമ്മെ കാതു സൽഗുണ ചിന്തുമേ, തദയമി നമ്മെ കാതു സൽഗുണ ചിന്തുമേ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, യേശു മകനെ നഗനി വാസനെ, യേശു മകനെ നഗനി വാസനെ, ഭജിക്കുക നീ നിത്യ യേശു മകനെ, ഭജിക്കുക നീ യേശു മകനെ, മരിക്കയിലമരാരം ചെയ്തോളും നാഥനെ, മരിക്കയിലമരാരം ചെയ്തോളും മലയതിൽ മല്ലി ചെയ്ത മധ്യശരീരനെ, മലയതിൽ മല്ലി ചെയ്ത മധ്യശരീരനെ, ഭജിക്കുക സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ യേശുവിനെ ആരാധിക്കുക.
സ്തോത്രം. അപ്പോൾ അവിടെ ദൈവത്തിന്റെ പഴക്കത്തെ പറ്റി പറയുന്നത്, നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ കണ്ടു പറഞ്ഞു. കേൾക്കാം? അതെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഇനി ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുത്തി. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അടയാളങ്ങൾ, അതിലെ ആദ്യത്തെ അടയാളം ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. മഹത്വത്തിന്റെ ദൈവമായി വെളിപ്പെടുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടുന്ന് ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. സകല രോഗത്തിനും യേശു സൗഖ്യം തരും. ഇന്ന് പ്രത്യേക രോഗങ്ങൾക്കൊക്കെയാ ചിലയിടങ്ങളിൽ സൗഖ്യം നടക്കുന്നത്. എന്നാൽ യേശുവിന്റെ ഇടയ്ക്ക് ഏത് രോഗി വന്നാലും സൗഖ്യം. സ്തോത്രം. മത്തായി വായിക്കുന്നത്, നാനാവ്യാധികളാലും ബാധകളാലും സകല രോഗികളെ അവരുടെ അടുത്ത് കൊണ്ടുവന്ന മത്തായി. ഒന്ന് വായിച്ചത് നമുക്ക് അറിവുള്ള വാക്യമാണ്, എന്നാലും ഒന്ന് വായിച്ചേര്. 4-ാം അധ്യായത്തിന്റെ 23 വായിച്ചേര്. 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിക്കാം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും സകല ദീനത്തെയും വ്യാധിയെയും യേശു സൗഖ്യമാക്കി. അടുത്തത് ചില പേരുകളുള്ള പറഞ്ഞിട്ടുണ്ട്. അവന്റെ സുറിയിലൊക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തത് അവനവരെ സൗഖ്യമാക്കി. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന സകല ദീനത്തെ യേശു സൗഖ്യമാക്കി. കുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ചിലയിടങ്ങളിൽ ചില പ്രത്യേക രോഗികൾ ചെന്നാൽ മാത്രമേ അവിടെ സൗഖ്യമാകൂ. അപ്പൊ അങ്ങനെയുള്ള രോഗികളാണ് കൂടുതൽ അവിടെ ചെല്ലുന്നത്. അവരെ ശുശ്രൂഷിക്കുമ്പോഴും അങ്ങനെയുള്ള രോഗികളുടെ പേര് പറയപ്പെടും. ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മുടെ വിഷയമാണ്. ഞാനിവിടെ വന്നപ്പോൾ പാഷനോട് പറഞ്ഞു, സ്തോത്രം കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടായി ഇന്ന് ഞാൻ പറഞ്ഞു. എന്നോട് ഒരു കാര്യം പറഞ്ഞു, പാട്ട് പാടിക്കണം. അത് ഞാൻ പാടും. പറഞ്ഞു പാടിക്കളാൻ പറഞ്ഞു. വിവാദം വന്നിരിക്കും. എനിക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ പാട്ട് നട്ടുണ്ടാകും. യേശുവിന്റെ അടുക്കൽ വന്ന സകല രോഗികളെ യേശു സൗഖ്യമാക്കി. ഒരൊറ്റ രോഗി പോലും നിരാശയോടെ കടന്നു പോകുന്നു. ഇന്ന് പലയിടങ്ങളിൽ രോഗശാന്തി ഫലപ്രാപ്തനെന്ന് ആ പേര് പുകൾപ്പെട്ട പലയിടങ്ങളിൽ എല്ലാ രോഗിയും ചെന്നാൽ സൗഖ്യമാക്കുകയാണ്. സ്തോത്രം. ഞാൻ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ യേശുവിന്റെ അടുക്കൽ ഏത് രോഗി വന്നാലും സൗഖ്യം. സകല ദീനങ്ങളെയും സൗഖ്യമാക്കുന്നത്, സകല വ്യാധികളെയും പൊറുപ്പിക്കുന്നത്. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല, പോകുന്നില്ല. വിശ്വാസത്തോടെ അടുക്ക വന്ന സകല എണ്ണത്തിന് യേശു സൗഖ്യമാക്കി. നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനായ യേശു 10 കുറ്റരോഗി വന്ന കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട് കർത്താവിന് 9 എണ്ണത്തിന് നന്ദിയുള്ളത് ഇല്ല. നമുക്ക് പറയാൻ ചിലർക്ക് നന്ദിയൊന്നും നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ നന്ദിയൊന്നും ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു. ഞാൻ എന്റെ കാര്യം കൂടെ വെച്ചാൽ കൂടെ ഇങ്ങനെ
ഒത്തിരി ചാടിയൊക്കെ നിൽക്കുന്നെങ്കിൽ പലർക്കും നന്ദിയില്ല. ഒരവസരം വരട്ടെ എന്നാലും ഇവന്റെ നന്ദികരം കർത്താവ് സമ്മതിക്കില്ല. അവിടുത്തേക്ക് അറിയാം 9 നന്ദിയുള്ളവന്മാരല്ല. വേണമെങ്കിൽ യേശു പറഞ്ഞേ നീ ഇനി വന്നാൽ മതി, മനസ്സിലായി, നിനക്ക് നന്ദി. ഇവനെല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ, പാളയത്തിനുള്ളിൽ പോയി കിടക്കട്ടെ, ഇവനെല്ലാം മുഖം മൂടി തുപ്പി നടക്കട്ടെ, അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ, ഇവനെല്ലാം തുപ്പി ഊപ്പാട് വേണേ അങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവ് സമുദ്രത്തിന്റെ അടുത്തിട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തെ ഉദരത്തിലിരുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. നമ്മളത് കൊളന്നാൽ പോലും ഒന്നും കാണുക, അടിവ് കിടന്ന് കൊണ്ടത് എവിടെ എടുക്കുന്നത്. പിന്നെ അതിന് പറയണം, അയ്യ അതിന്റെ കൂടെ ചതുർദ്രമുണ്ട്, അത് ഞാനെല്ലാം കൂടെ വലിച്ച് കുറച്ച് ദൂരം കാണാം. എന്നാ കർത്താവ് വന്നിട്ടില്ല. അടിത്തട്ടിന്റെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിനകത്തുന്ന ചതുർദ്രമ കണ്ടവനാ കർത്താവ്. അവിടുന്ന് ഉത്ഭവങ്ങളെ നിലവുകളെ ആരായുന്നവനാണ്. ആർപ്പത്തിക്കാൻ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. നീ ജനിച്ചപ്പോഴേ ദൈവമെല്ലാം കുറിച്ചു വെച്ചിരിക്കുക. നീ എവിടെ ജനിക്കുന്നു, അവരുടെ മാതാപിതാക്കൾ ഏത് മാതാപിതാക്കളുടെ മകനായി മകളായി ജനിക്കുമെന്ന്, നീ എവിടെ പഠിക്കുമെന്ന്, എങ്ങനെ പഠിക്കുമെന്ന്, എത്രത്തോളം പഠിക്കുമെന്ന്, നീ ചൂചാണ്ട വേലയാണോ അതോ ബിസിനസ് ആണോ ജോലിയാണോ, നിന്റെ ജീവിതം അങ്ങനെ ആയിരിക്കും, തക്ക തുണ ആരായിരിക്കും, കുഞ്ഞുങ്ങൾ എത്ര കാണും, ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരിക്കും, നിന്റെ വാർദ്ധക്യം അങ്ങനെ ആയിരിക്കും, നീ എങ്ങനെയാകും, ഇതെല്ലാം അവിടെ കുറിച്ച് ചാതി കിടന്ന് പറഞ്ഞാക്കി ആയിരിക്കുന്നത്. എല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുക. എങ്ങനെയാകും, യാകും ആരൊക്കെന്നാണ്, കരയുന്നത് ആരൊക്കെയാ, എവിടെ കൊണ്ട് അടക്കും, കർത്താവ് വരാൻ താമസിച്ചാണ്. ഇതെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. നമ്മുടെ പോക്കുവിന് പോകേണ്ട ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ചാകുകയില്ലെന്ന് പറഞ്ഞാൽ സ്തോത്രം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനെല്ലാം ക്ഷണം പൊട്ടിച്ചാരം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതുമെല്ലാം ക്ഷണം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാരം, പലനെ വേഗം പിരികവേ മറിവിടാതെയും നീ മനുഷ്യ, നീ ദാനമതു നിന്നയാതെ മനുഷ്യ, നീ ദാനമതു നിന്നയാതെ മനുഷ്യ. ഇരണ്ടിയാണ് ശീല പാടുന്നത്. അത് ഒപ്പിച്ച് വരുമ്പോൾ ഞാൻ പാടുന്നത്, ഞാൻ പാടുമ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം പിടിക്കും. അപ്പൊ നമ്മുടെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം കുറിച്ച് വെച്ചിരിക്കും. സംഗീതകാരൻ പാടിയിരിക്കുന്നത് ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടെ നിന്ന് അറിയുന്നു. നമ്മുടെ നടപ്പും കിടപ്പും നിരൂപണങ്ങളും അവിടെ നിന്ന് അറിയുന്നു. ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ നിന്ന് മറിഞ്ഞിരിക്കത്തില്ല. സകലതും അറിയുന്ന സകലതും കാണുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ അറിയാൻ 9 നന്ദിയുള്ളവരാണ്. പക്ഷെ കർത്താവ് എല്ലാത്തിനും തോന്നുന്നത് വെറുതെ മാത്രമാണ് നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനായ യേശു. ആ യേശുവിന്റെ ദിവ്യ സ്വഭാവം, ഈ യോഗങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ട് നമുക്ക് യേശുവിന്റെ സ്വഭാവമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ അവിടെ വരാൻ ക്രൂസുണ്ട്. പക്ഷെ യേശുവിന്റെ സ്വഭാവം ഒന്നും അവിടെ ഉണർവിൻ ദിനങ്ങൾ, ചില പരസ്യങ്ങളാണ് ഉണർവിൻ ദിനങ്ങൾ. യേശുവിന്റെ സ്വഭാവമായിട്ട് യേശുവിന്റെ സ്വഭാവത്തിന്റെ 1-2 കാര്യം പറയാം. ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം. ഞാൻ സന്ദർഭം വന്നതാണ്. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ ഒരു വിശേഷമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മുന്നേ എന്ന് പറയുക. ശമരിയക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ അവിടെ മുൻകാല ചരിത്രം എല്ലാം കൂടെ അല്ല കണ്ടെന്നേ പറഞ്ഞത്. കർത്താവ് അവനെ നല്ലതുപോലെ അറിയാം, എല്ലാ കാര്യവും അറിയാം. എന്ത് ബഹുമാന പുരസ്കരമാണ് ഇടപെട്ട് ആ സ്ത്രീയെ കുടിക്കാൻ വെച്ചിട്ട് അതാ അവിടുത്തെ ദിവസമാണ്.
നമ്മളാന്ന് അവിടെ കാണുമ്പോൾ അന്നാരെ അവിടെ കൊണ്ടായിടും. യേശു ശിഷ്യന്മാർ നമുക്ക് ആ റൂട്ടിൽ പോകേണ്ടത് ഇവിടെ ശിഷ്യന്മാർ നമ്മൾ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞാണല്ലോ വേറൊരു കക്ഷി അവിടെ കൊണ്ടുപോകണം. നമുക്കതിൽ അങ്ങനെ നമുക്ക് റൂട്ട് മാറ്റാം, അതിലെ യോഗം മാറ്റാം. യേശു യോഗം മാറ്റിയില്ല, റൂട്ട് മാറ്റി സൂക്ഷിച്ച് അങ്ങോട്ട് വരും. ഇനി ശിഷ്യന്മാര് എന്ത് ചിന്തയാണ്, ഭക്ഷണം കൊള്ളാനൊക്കെ വിട്ടെങ്കിൽ ഇവന്മാരെ എല്ലാ കാര്യങ്ങളും കൂടെ നിർത്താൻ ഒക്കത്തില്ല. കർത്താവ് സർവജ്ഞാനിയല്ലേ, അല്ലേ ഇവന്മാരോട് നിന്ന് എല്ലാം കാക്ക കണ്ടല്ലേ ഒരുത്തമ്മൻ പറയും, ഗുരു അവിടെ നടക്കാൻ നടത്തുള്ള വേറെ ആളാണ് ഇവന്മാരെ അഭിപ്രായം പറയും. അവിടെ അടുത്ത പറഞ്ഞു അവള് വെള്ളം കോരാൻ വെറുതെ വരുന്നുള്ളൂ, വെള്ളമൊന്നുമല്ല അവിടെ. ഒത്തിരി അഭിപ്രായം, നമ്മളങ്ങനെ ഒത്തിരി അഭിപ്രായം കർത്താവിന് നമ്മളെ എല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അവന് ചാപ്പാട് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ യേശു ഇവിടെ കൂടെ സംസാരിക്കാൻ നെവന്മാർ സമ്മതിക്കുകയാണ്. എന്തെങ്കിലും ഇടങ്കാട് അവിടെ അല്ലെങ്കിൽ അവന്മാർ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വിടും, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സാപ്പിനകത്ത് എന്തെങ്കിലും ഇടും. യേശുവിനെ തകർക്കാവുന്നത് കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട് ആ സ്ത്രീയുമായിട്ട് കർത്താവ് എന്ത് ബഹുമാന പുരസ്കരമായി യേശു ഇടപെട്ടു. അവിടെ അവളവിടെ അടിമുടിയൊന്ന് നോക്കി വെച്ച്, യഹൂദനാകുന്ന നീയെ ശമരിയക്കാരിയാകുന്ന എന്നോട് സ്തോത്രം. യഹൂദനാകുന്ന നീയെ ശമരിയക്കാരിയായി എന്നോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അപ്പൊ അവര് സംസാരിച്ച് എന്ത് മാന്യമായിട്ട് കർത്താവും ഈ സ്ത്രീയുമായി സംസാരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തേക്ക് പിന്നെ വരുന്നു. ഇതാണ് യേശുവിന്റെ ദിവ്യ സ്വഭാവം. ശ്രേഷ്ഠ. തന്നെ അടിച്ചു, ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു. അതാ യേശുവിന്റെ സ്വഭാവം. വേശ്യാപുത്രൻ എന്ന് യേശുവിനെ സംബോധന ചെയ്തു. ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. തുടങ്ങിയ തെളിയിക്കും. നിങ്ങളത് ചിന്തിക്കുക. യേശുവിന്റെ സ്വഭാവം അങ്ങനല്ലേ. ഭൂതമുണ്ടെന്ന് പറഞ്ഞു എന്നാ പ്രാർത്ഥിച്ച് ഇറങ്ങടാന്ന് യേശു. കയ്യപ്പാൻ ഇങ്ങോട്ട് വിളിക്ക്, തലയിലോട്ട് കൈ വെച്ച് അയാളെ വരും കഴിയിരിക്കുകയാണ്. കയ്യപ്പാൻ ഇങ്ങോട്ട് വന്നത് കയ്യപ്പാന്റെ കൈ വെക്കാതിരിക്കുന്നതാ. കൊച്ചാക്കാൻ പറഞ്ഞു തച്ചന്റെ മോനാണ്. തച്ചന്റെ സ്തോത്രം. അത് കൊച്ചാക്കാൻ പറഞ്ഞതാണ്. വേണേ തെളിയിക്കാം. തച്ചന്റെ നിങ്ങൾ ഉപദേശിച്ച തച്ചന്റെ മകനല്ല. പണ്ട് ഉപദേശിച്ച് പറഞ്ഞത് കടമെടുത്ത് പറയുക, ലോകം മുഴുവൻ ചമച്ചൊരു തച്ചനുണ്ട്. തെളിയിക്കരുത്. ചൊടിച്ചാൽ മതി, ഇവന്മാരെല്ലാം ഭസ്മമാകും. യേശുവിന്റെ ദിവ്യ സ്വഭാവം. സ്തോത്രം, സ്തോത്രം. എന്ത് ശ്രേഷ്ഠ സ്വഭാവം. നമ്മൾ ഈ യോഗങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നെങ്കിലും ആ സ്വഭാവമായിട്ട് നമുക്കങ്ങോട്ട് യേശുവിന്റെ അത് പറ്റുന്നില്ല. ഉണർവിൻ ദിനങ്ങൾ, ആ ദിനങ്ങൾ കഴിഞ്ഞാൽ മറ്റന്നായിട്ട് മാറ. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കില്ല. കൺവെൻഷൻ തകർത്ത് പിടിച്ചാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഫിലിപ്പിയലേഖനം 2. നമ്മുടെ സബ്ജക്ട് ഫിലിപ്പിയലേഖനം 2. ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ, ഇതാണ് നമ്മുടെ തന്നെത്താൻ
താഴ്ത്തുക. ഒന്ന് പറഞ്ഞ അതിന് കൊടുപാട് വേണ്ട, അവന് വെട്ടിക്കമത്താതെ ഞാൻ ഇന്ന് ഉറങ്ങുകയായിരുന്നു. സബ്ജക്ട് എന്നായിരുന്നു? സബ്ജക്ട് താഴ്മ. കയ്യിലിരിക്കുന്നതോ വടിവാണ്. ഈ ലോകങ്ങളൊക്കെ കഴിയുമ്പോൾ യേശുവിന്റെ ആ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാതെ 21 ഇരുന്നിട്ടോ 40 ഇരുന്നിട്ടോ ഉണർവിൻ ദിനങ്ങൾ, വചനോത്സവം, നല്ല പേരുകളാണ്, ഞാൻ എതിർക്കുന്നില്ല. വചനമായി സ്തോത്രം. ഞാൻ എതിര് പറയുകയില്ല, അതൊക്കെ ആട്ടെ, നടത്തിപ്പനുസരിച്ച് പേരൊക്കെ എഴുതും. പക്ഷെ അവിടുത്തെ ദിവ്യ സ്വഭാവ ജീവിതത്തിൽ വേണം. ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, പൊറുക്കാനുള്ളൊരു മനസ്സ്, വിനയപ്പെടാനൊരു മനസ്സ്, അവിടുത്തെ ദിവ്യ സ്വഭാവം. സ്തോത്രം. നമ്മള് എല്ലാരും പാടുന്ന പാട്ടല്ലേ, യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിക്ഷനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ, ശിക്ഷനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം മുഴുവൻ. ഭദ്രനായ രാജസാഹിബിനെ എഴുതപ്പെട്ട ഈടുത്ത വരികളാണ്. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാകണം, നിന്നെ പോലെയാകണം മുഴുവൻ. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാം, മുഴുവനാകണം എന്നുള്ളതാ ദൈവഗതി. മുഴുവനായില്ലെങ്കിലും കുറെയെങ്കിലും. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതുമില്ല. ഓരോ ദിനങ്ങൾ കഴിക്കുമ്പോൾ ആ ദിവ്യ സ്വഭാവ ജീവിതത്തിൽ പകർത്തണം.